കാപ്പ കേസിൽ ജയിലിലുള്ള തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ ആർ സുഗതൻ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് വിയൂർ ജയിലിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. യഥാർത്ഥമായ വിശ്വാസവും പുറത്തുനിന്നും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരൻ നമുക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ജനപ്രതിനിധി ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വിയൂർ ജയിലിലെ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ തിരുവനന്തപുരം മേയർ വി രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, ജയിൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നേരത്തെ ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് കോടതി റദ്ദാക്കിയതിനാലാണ് സുഗതന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. ഇതിനിടെ കാപ്പ കേസിൽ ജയിലിലുമായി. ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് കോടതി ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്ക് ഉത്തരവിട്ടത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ ആർ സുഗതൻ ഒരു തവണ കൂടി സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള സാഹചര്യമുണ്ടായി. ജയിൽ സൂപ്രണ്ടിൻ്റെയും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ സാന്നിധ്യത്തിൽ ആ ചടങ്ങ് നിർവഹിച്ചു. ഹൈക്കോടതി ഉത്തരവ് പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായിട്ട് നടപ്പിലാക്കി. ജാമ്യം ലഭിക്കാത്തതിനാൽ ആർ സുഗതൻ ജയിലിൽ തന്നെ തുടരും. 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാത്ത സുഗതൻ 3ാമത്തെ കൗൺസിലും എത്തിയില്ലെങ്കിൽ അയോഗ്യനാവും. ജയിലിലെ സത്യപ്രതിജ്ഞ നഗരസഭയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്ന വിമർശനം കോൺഗ്രസും CPM-ഉം ഉന്നയിക്കുന്നുണ്ട്. മീഡിയ 1 തൃശൂർ.